ജൂലൈ 5-ന് എത്തും. Okay, good afternoon to all. പക്ഷെ ഞാൻ നേരത്തെ വന്നുകൊണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. സുന്ദരിയായിട്ടാ വന്നേക്കണേ. സർപ്രൈസ് മോശമായി, വളരെ മോശമായി പോയി കേട്ടല്ലോ. ഞാൻ അല്ല, സർപ്രൈസ് മോശമായി പോയെന്നല്ല പറഞ്ഞേ. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഒരു സാധനം കാണുന്നതിനല്ലേ ഇത് പറയുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ കണ്ടത്, അതാണ് സർപ്രൈസ്. അതായിരുന്നോ? ഞാൻ ഓർത്തു. എനിക്ക് തോന്നുന്നു പ്രിൻസിനെ അറിയില്ല നിങ്ങൾ കട്ട ഫ്രണ്ട്സ് ആണെന്നുള്ളത്. അതാണ് തോന്നുന്നുണ്ട്. ഓക്കെ, എന്താണ് പതിവില്ലാതെ കുറച്ച് പേരൊക്കെ അറിയില്ല. പതിവില്ലാത്ത ആരുമില്ല, എല്ലാവരും പതിവുള്ളവരും. അല്ല, ഞാൻ നമുക്ക് ക്യാമറ ഓഫ് ചെയ്തോ? അത് വളരെ മോശമായി പോട്ടോ. എന്തോ പണിയിലാണെന്ന് തോന്നുന്നു. പിന്നെ എന്തൊക്കെയുണ്ട്? പണിയിലായിരുന്നോ സീജ? അല്ലല്ല, ക്ലാസ് എഴുതിയിട്ട് മിസ് പറയുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഹായ് സഫീദ. ആദ്യമായിട്ട് കാണുന്ന ഹായ് പറയുന്നത് വെറുതെ അല്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പൊ ഇതാണ് കേൾവിക്കായി, ഇതാണ് ലിസണറാണ് സഫീദ. അതെ അതെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ക്ലാസ് പോലെ ഉണ്ട്. ക്ലാസിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെയുണ്ടായിരുന്നു. ഇത്രയും നാളൊരു ജേർണി എങ്ങനെയുണ്ടായിരുന്നു സഫീദ? ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ. ഞാൻ പറഞ്ഞല്ലോ. വീഡിയോ ഓഫ് ചെയ്തട്ടെ, എനിക്ക് പറയാൻ സമ്മതമാണ്. നല്ല ഏറ്റവും നല്ല ക്ലാസ് ആയിരുന്നു. നല്ല എൻജോയ് ചെയ്ത ക്ലാസ് ആയിരുന്നു. മൊത്തത്തില് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. ക്ലാസ്സിൽ അങ്ങനെയുള്ള ഇതേ ഉള്ളായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഈ ലൈവ് ക്ലാസ് കാണുന്ന ആ ഇത് റെക്കോർഡ് കാണുമ്പോൾ കിട്ടാറില്ല. അതുകൊണ്ടാണ് കഴിവത് ഞാൻ ലൈവിൽ കയറും. പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി അല്ലേ? അതെ അതെ, മിസ് ചെയ്യുമ്പോ എല്ലാരെയും മിസ് ചെയ്യും. ഇപ്പം നാളെ ആ സമയം ആകുമ്പോഴത്തേക്കും ഒരു മിസ്സിങ് ഫീൽ ചെയ്യും. കോണ്ടാക്ട് ചെയ്യൂ, കുഴപ്പമില്ലല്ലോ. എന്നെ കോണ്ടാക്ട് ചെയ്യാട്ടോ. ആരോ നജു പറയുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വിളിക്കണം. എന്നെ വിളിക്കാം, എന്നോട് സംസാരിക്കാം. മാമിന്റെ നമ്പർ എന്റെ ഇല്ല. ഞാൻ പക്ഷെ ഇൻസ്റ്റയിൽ ഇന്നലെ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മാം കണ്ടില്ലാന്ന് തോന്നുന്നു. അതൊന്നും മൈൻഡ് ചെയ്യൂല എന്റെ പൊന്നു സബീദ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഇത് ആക്സെപ്റ്റ് ചെയ്ത. ഞാൻ പൊതുവെ നോക്കാറില്ല. സത്യത പേര് പറയും, ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. അലു സഫി 007. നോക്കട്ടെ, അന്നോ നോക്കാം. ഓക്കെ, കൊണ്ടേ അത് മനസ്സിലാവുന്നില്ല, അതാണ്. അങ്ങനെയാണ് പറയാലോ. പിന്നെ എന്തൊക്കെയുണ്ട്? പറയും. പിന്നെ 1 മണിക്കൂർ ലാസ്റ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കാം. ഇനി ഇതുപോലെ സംസാരിക്കില്ല. നജുവിനെ മാത്രം കണ്ടിട്ടില്ല. ഫ്രണ്ട്സ് ചെയ്തുകൊണ്ട് മനസ്സിലാൻ കണ്ടോ? നജുവ ക്യാമറ ഓൺ ചെയ്യാട്ടോ. അയ്യോ, ക്യാമറ ഓൺ ചെയ്താലേ ഞാൻ എന്നെ മാത്രം നോക്കിയിരിക്കും, ടീച്ചേഴ്സ് നോക്കൂല. അതായിരുന്നു എനിക്കപ്പൊ ഞാൻ എന്റെ ആക്ഷൻസ് ഒക്കെ നോക്കിയിരിക്കും. അതാ ഞാൻ ക്ലാസ്സിൽ പോലും ഓൺ ചെയ്യാത്ത, എനിക്ക് ഇഷ്ടമില്ല. അതാരണം ശ്രദ്ധിക്കൂലേ. ഞാൻ പഠിപ്പിക്കുന്നൊന്നുമില്ലല്ലോ ശ്രദ്ധിക്കാനായിട്ട്. ഇല്ല, മടിയാണ്. നേരിട്ട് കാണുള്ളൂ, അതാണ്.
നേരിട്ട് കാണാനുള്ള പണിയാണ്. നോക്കാം. മേക്കപ്പ് ഒക്കെ ചെയ്ത് അല്ല എന്ന് പറയുമ്പോ മേക്കപ്പ് ഒക്കെ ചെയ്ത് പാർലറിലൊക്കെ പോയിട്ട് സുന്ദരിയായിട്ട് വരും. ഇല്ല, എന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല. ഞാൻ സാധാ പോലെ തന്നെ വരുള്ളൂ. അതെ സത്യം. ഇപ്പൊ സുന്ദരിയാണ് കണ്ടോ, കാണണം. സുന്ദരി ഒന്നല്ല. എന്നാൽ എനിക്ക് എനിക്ക് ഫേസ് ഉണ്ട് കേട്ടോ, അറിയില്ല അതുപോലെ ഓരോ എനിക്കറിയില്ല ഫേസ് ഉണ്ട്. അയ്യോ, അപ്പൊ അത് കളയണ്ട, അവിടെ ഇങ്ങോട്ട്. അതെനിക്ക് ഫേസ് ഉണ്ട്. സാധാരണ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളെ കാണുമ്പോൾ ആ ഒരു ഫേസ് ഇല്ലേ, അത് എന്റെ മനസ്സിലുണ്ട്. തട്ടത്തിൽ മറിയുന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫേസ് നമ്മുടെ ഇങ്ങനെ ഉണ്ടാവും. അത് നോക്കാം. പിന്നെ പിന്നെ എന്താണ് സങ്കടമാണോ? അതിനെക്കുറിച്ച് പറയുന്നത് സങ്കടമുണ്ട്. എന്നാ കരഞ്ഞോ? കരഞ്ഞു തീർന്നു. ടെൻഷൻ ഫ്രീ. പ്രിൻസ് ടെൻഷൻ ഫ്രീ ആവാൻ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ എക്സാം എന്നാ 6th ദിവസമുണ്ട്. കമ്മിങ് മൺഡേ. ഓക്കെ, അപ്പൊ ഇനി മുതൽ ഞങ്ങൾ ഫ്രീ ആണ്. ഈ ടൈമിലൊന്നും ക്ലാസ് ഇല്ല. ഞങ്ങൾ ചുമ്മാ വർത്താനം പറയുന്നു. അല്ലെങ്കിൽ ഇവിടെ വർത്താനം പറയും, ഇപ്പൊ പുറത്ത് പോയി വർത്താനം പറയും. അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസം ഇരിക്കില്ല. പിന്നെ എന്തോ ഇനി പുതിയ ബാച്ച് വരും, വരാതിരിക്കൊന്നുമില്ല. ബാച്ച് വരും, ചിലപ്പോ ടൈം എടുക്കാം. ഈ മന്തിന് ജൂലൈയിലുണ്ടാവും. പിന്നെന്താണ് സീജ ഭാവി എന്തെങ്കിലും സംസാരിക്കും? ഞാനില്ല എപ്പോഴും പറയണേ. ഞാൻ ഞായറാഴ്ച ഒരു ട്രിപ്പ് പോയിരുന്നു കേട്ടാ, കുട്ടനാട്. മറ്റേ KSRTC ട്രിപ്പില്ലേ? ഓ സത്യം അടിച്ചു പൊളിച്ച് തകർത്തോ. ബസ്സിനെ മെയിൻ്റനൻസ് ചെയ്യാതെ എനിക്ക് കേട്ടാൻ പറ്റില്ല, അമ്മാതിരിയാക്കിയിട്ടുണ്ട്. പ്രിയദർശിനിക്കാണോ പോയത്? പ്രിയദർശിനി അല്ല, അല്ല ഇത് KSRTC നമുക്ക് ഉല്ലാസയാത്ര എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ. എനിക്കറിയില്ലായിരുന്നു, ഞാൻ ആദ്യമായിട്ട്. അപ്പൊ ഇവിടുന്ന് ഫ്രണ്ട്സ് പോണ്ട് വരണോണ്ടോന്ന് ചോദിച്ചതാ. അപ്പൊ ഏതായാലും ഒന്ന് പോയി നോക്കാന്ന്. പക്ഷെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഞങ്ങള് പ്ലാൻ ഇടുന്നുണ്ട്, പോണോന്ന് വിചാരിക്കുന്നു. പക്ഷെ ഞങ്ങള് നടക്കുന്നില്ല. നമ്മള് ചാലക്കുടി നിന്നിട്ടാ കേറിയത്. ഗവിയിൽക്കൊക്കെ ഉണ്ട്, ഗവിയിൽക്ക് ട്രിപ്പ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഞാനും മാതിരി കൂടി ആയിട്ട് മിക്കവാറും പോവാ. അല്ലാതെ ഇവിടെ ആയിരുന്നില്ല. പ്ലാൻ ചെയ്യുന്നു, പക്ഷെ ഞങ്ങൾക്ക് നടക്കുന്നില്ല. ചാലക്കുടി ആണോ പോയേ? ചാലക്കുടി KSRTC സ്റ്റാൻഡിന്റെ അതെ, അതിന്റെ ഉള്ളിന്നാ കേറിയ. പിള്ളേ അതില് കേറി കൊറേ CBI റിട്ടയർഡ് ചെയ്ത ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അയാളിപ്പോ കഴിഞ്ഞ മാസം റിട്ടയർഡ് ആയിട്ടുള്ളൂ. അയാളും വൈഫും ഉണ്ടായി. പിന്നെ ഒരു പോലീസിൽ വർക്ക് ചെയ്യണ ഒരു ചേട്ടനും വൈഫും ഉണ്ടായി. അവരൊന്നും പോലീസൊന്നും ഇല്ല, അവരൊക്കെ എന്താ കിടന്ന് തകർക്കണ്. എല്ലാവരും ഡാൻസ് ആയിരുന്നു. പിന്നെ ഏതാണ്ട് ഒരു 60 വയസ്സിന് മേലുള്ളതൊക്കെ ആന്റിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല ഡാൻസ്, പിന്നെ നല്ല പാട്ടുകാരുണ്ടായിരുന്നു കുറെ ഞങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു ഇവരെല്ലാവരും 10-25 വയസ്സ് താഴെ ഇറക്കി വെച്ചിട്ടാണ് KSRTCയിലേക്ക് കയറിയത്. അവർക്കൊക്കെ 10ാമത്തെ ട്രിപ്പ് പോണവരെ ഉണ്ട്. എങ്ങനെ പ്രായം കുറച്ചു പോയതാണോ? ഞാനും കേറിയപ്പോ അതേപോലെ തന്നെയായിട്ടാ. എനിക്കും എത്ര കുറച്ചു എന്ന് പറയും കേറിയപ്പോ. സംസാരിക്കാൻ നല്ല രസാ അല്ലേ? നജു സംസാരിക്കാൻ കേൾക്കാൻ നല്ല രസാണ്. സ്റ്റൈലാണ് നജു സംസാരിക്കുന്നത്. രസാണ് കേൾക്കാൻ. അത് ഒന്നാമത് എനിക്ക് തൃശ്ശൂർ സ്ലാങ്ങും ഇല്ല, എറണാകുളം സ്ലാങ്ങില്. ഞങ്ങൾ ഈ പറഞ്ഞോട്ട് കടലിനും ചെകുത്താനും ഇടയിൽ പെട്ടെന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ ഈ കൊടുങ്ങല്ലൂർക്കാര് എടുക്കുന്നതേ. ഞങ്ങക്ക് തൃശ്ശൂർക്ക് എത്താനും കഴിയില്ല, ഞങ്ങളന്ന് എറണാകുളത്തിന്റെ അവസാനം പോയി. അപ്പൊ രണ്ടിലും പെട്ടുകള ഞങ്ങള്. അപ്പൊ ശരിയായ ഒരു സ്ലാങ് ഇല്ല. എന്റെ സ്ലാങ് എന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലയുടെയും സ്ലാങ് എനിക്കൊരു ഇതറിയാം. ഞാനപ്പോ
പക്ഷെ നമുക്ക് കോൺവെക്കേഷൻ കാണാനായിട്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് മീറ്റ് ചെയ്യാമായിരുന്നു, കുഴപ്പമില്ല. കോൺവെക്കേഷൻ ഉണ്ടാവല്ലോ. ഒന്ന് കോൺവെക്കേഷൻ വരൂ, വിചാരിച്ചാൽ വരാൻ പറ്റും. വരാൻ ഒന്നാമത്തെ ഉണ്ട്. വിചാരിച്ചാൽ പറ്റും. വേണമെങ്കിൽ ചെക്കൻ വേണ്ടിയില്ലായിട്ടെന്ന് പറഞ്ഞാൽ വിചാരിച്ചാൽ പറ്റും. ഈ വർഷം കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ജനുവരി വരെ സാലറി ഇല്ലാത്ത ലീവായിരുന്നു. അത് കഴിഞ്ഞ് മാർച്ച് ജൂൺ വരെ സാലറി. ഇനി ഇച്ചിരി കാശ് ഉണ്ടാക്കിയിട്ട് വേണം സെപ്റ്റംബറിലെ കാര്യം നാട്ടിൽ. അല്ല, കാശ് മാത്രം ഉണ്ടാക്കിയാൽ പോരാ, കാശ് ലീവ് ഉണ്ടാക്കും. കാശ് ആ ബാങ്കിൽ ഇട്ടിട്ടില്ലേ, അതിന് കുറച്ച് കിട്ടോ? നാട്ടില് കയ്യിലല്ലേ ഇല്ലാത്തുള്ളൂ. ഇവിടത്തെ കയ്യിലും കാശാവണെങ്കിൽ നിർബന്ധിച്ചാ വരും, എല്ലാരും കൂടെ നിർബന്ധിക്കും. എന്തായാലും വരുമായിരിക്കും. പ്രിൻസിന് അല്ലേ ഉള്ളൂ. ഞാൻ വന്നിട്ട് എത്ര ദിവസമായി? 21 ദിവസമേ ഉള്ളൂ ഞാൻ വന്നിട്ട്. അത് കൊറേ ദിവസം ഒന്നും നിക്കാലല്ലോ. 2-3 ദിവസത്തെ ലീവ് എടുത്തിട്ട് ഇങ്ങോട്ട് പോരാ, എമർജൻസി ലീവ് പറഞ്ഞിട്ട്. ഒരു ദിവസത്തെ കാര്യങ്ങളുള്ളൂ. ഒന്നും കൺഫേം ആയില്ല മാഡം, നോക്കുന്നുണ്ട്. നോക്കി തുടങ്ങി. ആ വന്നിട്ട് 1 വർഷമായി. എനിക്കപ്പൊ ഇനി ലീവ് ആക്കാനായിട്ടുണ്ടാവും, നാട്ടിൽ പോവാറായിട്ടുണ്ട്. കുടുംബനാഥനല്ലേ, അപ്പൊ കുറച്ചും കൂടി ഇങ്ങനെ എയർ പിടിച്ച് നിക്കും. കാശുണ്ടാക്കിട്ട് പോവുള്ളൂന്ന്. പ്രിൻസ് വന്നാൽ അതിന്റെ ഇടയിൽ ആ കുട്ടീനെയും വൈഫിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാ. ഒരാഴ്ചക്കൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ വെക്കേഷൻ പറഞ്ഞിട്ട്. അല്ല, ലീവിന് വേണ്ടിട്ടേ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 മാസം കിട്ടുമല്ലോ. അതെ, കിട്ടുന്നില്ല, 1 വർഷത്തില് കിട്ടുമല്ലോ അല്ലേ? നിങ്ങക്ക് ഇയർലി ലീവ് ഉണ്ടോ? ഉണ്ട്. അത് ഗുഡ്. ഇയർലി 30 days. ടിക്കറ്റ് അവര് തരുമോ? എന്തോ ടിക്കറ്റ് അവര് തരുമോ? ടിക്കറ്റ് തരും, പൈസ കൊടുത്താൽ മതി. നിങ്ങൾ കൊടുക്കണം. പിന്നല്ല, ടിക്കറ്റ് ആയാലും ഫ്രീ ആയിട്ട് തരും. പിന്നല്ലാതെ എല്ലാ ഫ്രീ അല്ലേ തരണേ? ഇല്ലില്ല, എവരി സെക്കൻഡ് ഇയറിൽ തരും. 2 വർഷത്തുമ്പോ കൊടുക്കുള്ളൂ. 1 വർഷത്തിലാണെങ്കിൽ നമ്മ എടുക്കണം. ഞങ്ങള് ശരിക്കും ഇത് ക്ലാസ് ആണോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ മാമിന്റെ വിശേഷങ്ങൾ പറയൂ. എനിക്ക് എന്ത് വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. വെറുതെ ചുമ്മാ വരുന്നു, ക്ലാസ് എടുക്കുന്നില്ലേ, ഇവിടെ പ്രത്യേകിച്ച് വെറുതെ വന്ന് വർത്താനം പറയുന്നു, പിന്നെ അവിടെ പോയിരിക്കുന്നു, ക്ലാസ് എടുക്കുന്നു, സുഖമായി പോകുന്നു. പിന്നെ ഇങ്ങനെ ഒരു ബാച്ചിന്റെ ക്ലാസ് പാസ് ആയിരുന്നു ഇന്നലെ. അത് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ ലാസ്റ്റ് ക്ലാസ് ആണെന്ന്. സോ ബാച്ചിനൊക്കെ ഇങ്ങനെ പാസ് ഔട്ട് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ടീച്ചർ നിങ്ങളുടെ മുന്നിൽ എന്ന് പറയുമ്പോൾ എനിക്കൊരു സുഖമില്ല പറയുമ്പോ. അപ്പോ നമ്മൾ എങ്ങനെ ക്ലാസ് ഒക്കെ പോവും, നമ്മള് ഒരു ബോണ്ടിങ് വന്നു അല്ലെ. എനിക്ക് ഇപ്പോ ഈ ബാച്ചിനോട് എനിക്ക് പറയാനുള്ളത്, ബാച്ചിനോട് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ ക്ലാസ് എടുക്കുന്ന വെച്ചാലും ഞാൻ ഒരിക്കലും നിങ്ങൾ സ്റ്റുഡന്റ് ആയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഒരിക്കലും CG ഒന്നും എനിക്ക് സ്റ്റുഡന്റ് ആയിട്ട് ഇല്ല. അതുകൊണ്ട് സ്റ്റുഡന്റ് ഇല്ല. എനിക്ക് CG ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് മര്യാദക്ക് എടുക്കാറുമില്ല. സത്യം പറയുന്നത് പേടി പോലെ അല്ല പറയുന്ന എന്തോ സീജിയുടെ മുഖത്ത് ഭയങ്കര നാണം വരും. റെസ്പെക്റ്റും അതിന്റെ ആ ഒരു ഇത് വരില്ലേ, ആ ഒരു പേടി എനിക്കൊക്കെ ഉണ്ട് ക്ലാസ്സിൽ വരും. CG ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്, അതിൽ കൂടുതൽ എനിക്ക് പേടിയും വരും. ഞാൻ ക്ലാസ് എടുക്കാറില്ല. എനിക്കെന്തോ ഒരു കാര്യം പറയാം, ഇപ്പൊ ഞാൻ CG എന്ന പേര് ഇവിടെ വിളിക്കുന്നുണ്ടെങ്കിലും ഞങ്ങള് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പേരൊന്നും വിളിക്കാറുണ്ടോ. അറിയാണ്ട് അബദ്ധ വെച്ചാൽ വോയിസ് ആയിട്ട് വിളിക്കാതെ പിന്നെ ഞാൻ പറയും, ഞാൻ അറിയാണ്ട് അങ്ങനെ വിളിക്കാറില്ല. എന്റെ വിളിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇത് കഴിയട്ടെ. CG എന്തായാലും വിളിക്കില്ല, പേര് വിളിക്കില്ല.
അപ്പോ പറയുകയാണെങ്കിൽ അത്രയും ഒരു അറ്റാച്ച്മെന്റ് വന്നു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പേരായിട്ടാണെങ്കിലും വളരെയധികം അറ്റാച്ച്മെന്റ് വന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഒരുപാട് ബാച്ചസ് വരുന്നുണ്ട്, അതുപോലെ ഒരുപാട് അതിൽ സ്റ്റുഡൻസ് ഉണ്ട്. സ്റ്റുഡൻസ് ആദ്യം വരുമ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും പോകുമ്പോ സ്റ്റുഡൻസ് ആയിട്ടല്ല അവരെ പോകുന്നത്. അത്രയും നമ്മള് ഭയങ്കര ബോണ്ടിങ് ആണ്, ലൈക്ക് ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ ഒക്കെ വിളിക്കും, കോണ്ടാക്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷം തരുന്നത് പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് സ്റ്റുഡൻസ് ഉണ്ട്. എവിടെ പോയാലും ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ തിരിച്ചറിയ ആൾക്കാരുണ്ട്. അത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമല്ലേ, അല്ലെ? നമുക്ക് സംസാരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ സംസാരിച്ചിരിക്കാനാണെങ്കിലും എന്നെ കേൾക്കാനാണെങ്കിലും നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ അതൊക്കെ ഭയങ്കര രസമാണ്. എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഈ ക്ലാസ് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ക്ലാസ് ഇനി വരണമെന്നൊന്നുമില്ല. ഓരോ ബാച്ചസും പല രീതിയിലാണ്, പല സ്റ്റുഡൻസ് ആണ്, പല കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എല്ലാം പല രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബാച്ച് ഇനി വരണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ മിസ് ചെയ്യും. പിന്നെ എല്ലാ ദിവസവും ഒക്കാനൊന്നും പറ്റില്ല, അത് വേറെ കാര്യം. ക്ലാസ് ഉണ്ടല്ലോ, ഈ ടൈമിൽ വേറെ ക്ലാസ് തരും. എന്നാലും നിങ്ങളെ കുറിച്ച് ഞാൻ വേറെ ക്ലാസ്സിലൊക്കെ പറയും. എന്തായാലും പറയാതിരിക്കില്ല. എനിക്കിപ്പോഴും ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. അത് നല്ല ബാച്ച് ആയതുകൊണ്ട്, ഇവിടെ ക്ലാസ് എടുക്കാത്തൊരു ബാച്ച് ആയതുകൊണ്ടും ഞാൻ അവിടെ പോയിരുന്നു പറയാറുണ്ട്. ഇങ്ങനെ ഒരു ബാച്ച് ഉണ്ട്, അവിടെ ക്ലാസ് എടുക്കത്തേ ഇല്ല, കംപ്ലീറ്റ് സംസാരമുള്ള നമുക്ക് പറയാറുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ കുറച്ചു പേർക്ക് എന്തെങ്കിലും അല്ലേ, ഇപ്പൊ ഞാൻ ഉദ്യോഗം എടുത്ത ഒരാളാണ്. ഇവിടെ നമ്മൾ വർക്ക് ചെയ്തു, ടീച്ചർ ആയതുകൊണ്ടാണ് നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയത്, കുറച്ചൊക്കെ പഠിപ്പിക്കാനെങ്കിലും പറ്റിയത്. അതില് സന്തോഷം. ടീച്ചർ ആയതിന് ഞാൻ എനിക്ക് കുറെ ചെറിയ പ്രൗഡ് മൊമെന്റ്സ് പോലെയാണ് അതെല്ലാം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിട്ടില്ല. ടീച്ചർ ആവണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ ഇത്രയും നല്ല രീതിയിൽ ടീച്ചർ ആകും അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ നല്ല ടീച്ചർ എന്നല്ല, പക്ഷെ ആ ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് കുറെ എന്താണ് ഒരുപാട് ഫാമിലീസിനെ കിട്ടി, ഫ്രണ്ട്സിനെ കിട്ടി, സ്റ്റുഡൻസിനെ ഞാൻ പറയാറില്ല പോലും. അതുകൊണ്ട് സന്തോഷം. അതില് CGA പോലെ എന്താ ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ്സിലേക്ക് ഇതേപോലെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. സോ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നത് എന്താണെന്നറിയോ, പ്രൊഫഷൻ ഓക്കെ. എനിക്ക് കഴിഞ്ഞ കോൺവെർസേഷന് ഒരു മല്ലിക അപ്പൊ ക്ലാസ്സില് ആളുണ്ടാകും. അപ്പൊ നമ്മൾ പേരാ വിളിക്കുക, നമുക്ക് അറിയില്ല. ക്യാമറ ഓഫ് ആണെങ്കിൽ നമുക്ക് ആളെ കാണാനും അറിയില്ല, കണ്ടാൽ മനസ്സിലാവുള്ളൂ ആള് ഈ ക്വസ്റ്റ്യൻ നമ്മളെക്കാളും എഴുതാനാണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ആള് ഡയറക്റ്റ്ലി വന്ന് സംസാരിച്ചു എന്നോട് ക്ലാസ് ഒക്കെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആകെ വല്ലാണ്ടേ. കാരണം മല്ലിക എന്ന് പറയുന്ന ആള് ഹൈലി ക്വാളിഫൈഡ് ആയ ഒരു പേഴ്സൺ ആണ്. അതുമല്ല ആൾക്ക് അത്യാവശ്യം ഡോക്ടറേറ്റും കാര്യങ്ങളുണ്ട്, അത്യാവശ്യം ഏജിലാണ് ആള്. പിന്നെ എനിക്ക് ആ പേര് വിളിക്കാൻ പറ്റിയ എനിക്ക് അങ്ങനെ അത് ബഹുമാനം മീൻസ് നമുക്ക് കാണുന്നില്ലല്ലോ. കാണാതെ നമ്മൾ പേര് വിളിക്കുമ്പോ നേരിട്ട് വന്ന് പറയും, നേരിട്ട് എനിക്ക് മേഡോന്നൊക്കെ വിളിക്കുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഞാൻ അവരോട് പറയാം, ഒരിക്കലും അങ്ങനെ വിളിക്കുന്ന പേര് വിളിച്ചാൽ മതി. പക്ഷെ അവര് നമ്മളെ കാണുന്നത് അങ്ങനെയാണല്ലോ. അതൊക്കെ എനിക്കതൊക്കെ ഭയങ്കര അറിയുന്നു. എനിക്കിത് അല്ലേ ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ആണല്ലോ. അതെ, അതെ ഞാൻ പറയണ്ടേ. സോ അത് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയ കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ അത്ര നല്ല ടീച്ചർ എന്നല്ല പറയുന്നത്, പക്ഷെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെറിയ പഠിപ്പിക്കൽ അങ്ങനെ പോകുന്നു എന്ന് മാത്രം. അതായിരിക്കും പറയാൻ പറ്റും. സോ പിന്നെന്താ പറയാ, സന്തോഷമാണ്. സങ്കടമൊന്നുമില്ല കേട്ടോ, സങ്കടം കേൾക്കുന്നില്ലല്ലോ. ഇനി അങ്ങോട്ട് അപ്പൊ അതൊക്കെ ഇപ്പോൾ ഇവരെല്ലാവരും അൺമ്യൂട്ട് ചെയ്തുകൊണ്ടാണോ കേൾക്കാൻ പറ്റാത്തത്? അത് മ്യൂട്ട് ചെയ്യാവോ എല്ലാവരും? ചേച്ചി മാത്രം അൺമ്യൂട്ട് ചെയ്യുമോ? പറയൂ. അങ്ങനെയല്ല, ചിലപ്പോ ഇവിടുന്ന് നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ടായിരിക്കും കേൾക്കാത്ത. കേൾക്കുന്നുണ്ടോ? സംഭവം അവര് അൺമ്യൂട്ട് ചെയ്യുമ്പോഴാണ് കേൾക്കാത്ത കേട്ടോ. പറഞ്ഞോ, കേൾക്കാം, ഇപ്പൊ കേൾക്കാം. ഇനിയുള്ള കോൺവെക്കേഷനുകളൊക്കെ ഞങ്ങളെ അറിയിക്കുവോ? അതായത് ഞങ്ങളുടേതല്ല, അത് കഴിഞ്ഞ് വരുന്ന ബാച്ചുകളുടെ ചിലപ്പോ അറിയിക്കാം മീൻസ് നമ്മളെന്തായാലും സ്റ്റോറീസ് ഇടും. ഇൻസ്റ്റയിലാണെങ്കിലും ഗ്രൂപ്പിലാണെങ്കിലും നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറീസ് ആയിട്ടൊക്കെ അവർ അപ്ലോഡ് ചെയ്യും. അപ്പൊ അറിയാൻ പറ്റും. അപ്പൊ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ആ ടൈമിൽ വരാം. ഏത് കോൺവെക്കേഷൻ ആണ് നടക്കുന്നതെങ്കിലും നിങ്ങൾക്ക് വന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് പോവാട്ടോ. അങ്ങനെയുണ്ട്.
വരാൻ പ്രായമുണ്ടോ? ഇപ്പം പേര് നാട്ടിലുണ്ട്, അവർക്ക് അവിടേക്ക് വരണം, ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കണം തോന്നുകയാണെങ്കിൽ അങ്ങനെ വരാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആ അത് വരാൻ പറ്റും. ഇപ്പോ 24ന്റെ കോൺവെക്കേഷന് ഇപ്പൊ വരാൻ പറ്റാത്തവർക്ക് 25, 26, 27 ബാച്ചസിന്റെ കോൺവെക്കേഷൻ ഉണ്ടാവുമല്ലോ. ആ ടൈമിൽ നിങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. അത് ഇവിടെ പറഞ്ഞാൽ മതി, നമ്മുടെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. വരും ഒരു ദിവസം അല്ലെ, എന്നോടെങ്കിലും പറയാം. ഞാൻ പറയാം കോൺവെക്കേഷന് ഞാൻ പറഞ്ഞാൽ പോരെ, എന്തിനാ പറയാം, ഞാൻ പറയാം ഇന്ന ദിവസം എന്റെ ഞാൻ പറയും. ഓക്കെ, വരാൻ പ്ലാൻ ഉണ്ടോ? ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് വരാൻ പറ്റിയില്ല. ഒന്നാമത്തെ എനിക്ക് ഞാൻ എല്ലാ ഡ്രൈവർമാരുടെയും കൂടെ പുറത്തു പോകത്തില്ല. എനിക്ക് ഞാൻ അതായത് പലരെയും ട്രൈ ചെയ്ത് പിന്നെ ഇതാക്കിയതാണ്. അപ്പോ അവർക്ക് ഇതില്ലാന്ന് ഇത്തവണ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഇത്ര ദൂരമൊക്കെ ജസ്റ്റ് തൃശ്ശൂർ അവര് വേറെ അത്യാവശ്യം ഞാൻ പോകും. അല്ല അത്യാവശ്യം ഇല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പൊ ഇത് എനിക്ക് വരാനായിട്ട് പറ്റിയില്ല. ആകെ കൂടെ ഞാൻ ഈ രണ്ടും നിന്നിട്ട് വെറും 2 തവണയാണ് ഞാൻ ഈ തൃശ്ശൂർ പോയത്. വെറും 2 തവണ. കാരണം പുള്ളിക്കാരന് ഇതില്ലായിരുന്നു. പിന്നെ ആ 2 എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടത് കൊണ്ട് ഞാൻ വേറെ ആൾക്കാരുടെ കൂടെ പോയി. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വേറെ ഡ്രൈവർമാരുടെ കൂടെ പിന്നെ പറവൂരിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് പറ്റാതിരുന്ന, അല്ലെങ്കിൽ എനിക്ക് വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പറവൂര് വന്നാൽ പരിചയമുള്ള ഒരുപാട് പേരുണ്ടല്ലോ. ഇത്രയും പേരുണ്ട്. ഞാൻ എന്റെ പ്ലേസ് പ്രോപ്പർ പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂര് കഴിഞ്ഞപ്പോ നജുവൊക്കെ അറിയാൻ പറ്റും, മൂത്തകൊന്നൊക്കെ അറിയാൻ പറ്റും. മല്ലങ്കര കോളേജ് അറിയില്ലേ നജുവ? അറിയാം. അവിടെയാണ് ഞാൻ ഡിഗ്രിക്ക് പണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട് മാലിങ്കര. അപ്പൊ അവരൊക്കെ വരാണെങ്കിൽ വിളിക്കൂ, ഞാൻ വരാം. പരിചയത്തിന് ഞാനുണ്ട്, ആരുണ്ട്, ക്രിസ്മസിലെ എല്ലാവരും സേഫ് അറിയാം. ഞാൻ നാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ CJ ആയിട്ട് വന്നാനായിരുന്നു. അതെ, നിങ്ങൾ രണ്ട് സമയത്താ വന്നേ. നജ്വ നാട്ടിൽ വന്നു, അതാണ് ഉണ്ടായത്. അതന്നെ. എന്ത് ചെയ്യാനാ, നോക്കാം. സീജ വിചാരിച്ച വരാം, പിന്നെന്താ. എല്ലാരും നിർബന്ധിച്ച സീജ സ്നേഹത്തോടെ സീജ വന്നിരിക്കും. ഡേറ്റ് ഫിക്സ് ചെയ്തില്ലല്ലോ, അവസ്ഥ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ. അത്രേ ഉള്ളൂ, ആയിരിക്കാം. പിന്നെ എക്സാം എന്നാ കഴിയാ? 6th സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ് 13 to 20. ഓക്കെ ഓക്കെ. ഓഗസ്റ്റ് ഉണ്ടോ? പിന്നെന്താ, ഇന്നൊന്നും പറയാനില്ലേ? അല്ലെങ്കിൽ സംസാരിക്കാനല്ലോ. 13th to 20 അതിന്റെ ഇടയിലായിരുന്നു ഗവിയിൽക്കൊരു യാത്ര അവർ സെറ്റ് ചെയ്തത്. പക്ഷെ അത് പോവാനും പറ്റൂല. അത് കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചിട്ട് അതും ഇല്ല അതിലും നല്ലത്. അല്ല, ഈ എക്സാമിന്റെ ഇതിന്നൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി പോവാന്ന് വെച്ചിട്ടേ. അല്ല, പോണ വഴി അറ്റൻഡ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. പോണ കുഴപ്പമില്ല, ഒന്നും ഓർമ്മയുണ്ടാവില്ല. ബസ്സില് തല്ലിപ്പൊളിക്കായിരുന്നു ഞങ്ങളൊക്കെ. പിന്നെ പരീക്ഷ യാത്ര ട്രിപ്പിന്റെ ഇടയില പരീക്ഷ കൊണ്ടുപോക്കിട്. അതന്നെ, പരീക്ഷയും ശരിയാവില്ല, ട്രിപ്പും കൂടാവും. ഇല്ല ഞാൻ ചെയ്തില്ല, ചെയ്യണില്ല. ഇല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ PG എടുക്കാൻ ഞാൻ നേരത്തെ വിചാരിച്ചില്ല. അപ്പൊ ഡിപ്ലോമ എടുക്കട്ടെ, എന്നിട്ട് പിന്നെ അടുത്ത അതങ്ങനെ നോക്കണ്. അപ്പൊ എന്നിട്ട്
ഇനിയിപ്പോ നമ്മള് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കേറാലോ എന്ന് കരുതിയിട്ടിരിക്കണം. ഓക്കെ. പിന്നെന്താ പിന്നെന്തൊക്കെയാ നിങ്ങൾ പറയുന്ന എക്സ്പീരിയൻസ് പറയുന്നത്? പ്രിൻസെ പറയടാ. പ്രിൻസാണ് ഉണ്ടാത്തത്. പ്രിൻസ് നമ്മളൊക്കെ കൊറേ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ് പറയും എന്തൊക്കെയുണ്ട്? ഞാനിപ്പോ എന്ത് പറയാനാ മാഡം? ഫ്രണ്ട്സിനെ വല്ലപ്പോഴും കാണും. അത് ഈ ഡ്യൂട്ടി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുമ്പോഴേ നൈറ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കിടന്ന് ഉറങ്ങുമായിരിക്കും. അന്നേരം ഒന്നും ഇത് കേൾക്കാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ. ഞാൻ ക്ലാസ്സില് ഞാൻ ടീച്ചേഴ്സിനോട് പ്രിൻസ് ആരും ചോദിച്ചു. പ്രിൻസോ? ഞങ്ങൾ പ്രിൻസ് ക്ലാസ്സിലുണ്ടല്ലോ, ഒരു ആരും കണ്ടിട്ടില്ല. ഞാൻ ഫ്രണ്ട് ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട്. അതുമ്പോൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പ്രിൻസ് വരുന്നു. ഇംഗ്ലീഷ് ക്ലാസ്സിൽ കുറേ സ്റ്റുഡൻസ് ഇല്ലല്ലോ. അപ്പൊ പ്രിൻസ് അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ആളുണ്ട്, പ്രിൻസ് ഉണ്ട്, എനിക്ക് അറിയാം എന്നാണ്. ഇങ്ങനെയാണ് പ്രിൻസ് അറിഞ്ഞതല്ലാതെ. എല്ലാരും അറിഞ്ഞ അങ്ങനെ. അവസാനം അത് മാമിന്റെ കയ്യിൽ നിന്ന് എല്ലാവരും ഇപ്പൊ ഞങ്ങളെ നല്ലതായിട്ട് അറിഞ്ഞിട്ടുള്ളൂ. അതെ പറഞ്ഞത് അവര് ഞങ്ങളെ കുറിച്ച് അറിഞ്ഞു. അതുപോലെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ 24 കൊള്ളില്ലാത്തതെന്ന് പറഞ്ഞ നടക്കായിരുന്നു. ഞങ്ങളിപ്പോ ശരിക്കും പറഞ്ഞാല് പക്ഷെ ഇപ്പോഴും പറയും ക്ലാസ്സിൽ കയറാൻ പേടിയാ. സദാസമയം ക്വസ്റ്റ്യൻ ചോദിക്കും, ഡൗട്ടും ചോദിക്കും. അല്ല, അതുകൊണ്ടല്ല, മറ്റേ ക്ലാസ്സിൽ നിന്നൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ഈ ക്ലാസ്സിന്റെ ഇത് തന്നെയാണല്ലോ. നമ്മള് ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കൈ മുറിഞ്ഞ് കഥയെ പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് അവിടുന്ന് കാലൊടിഞ്ഞ കഥ ഇങ്ങോട്ട് കേൾക്കും. അപ്പൊ പിന്നെ നമ്മൾ പിന്നെ ഹാപ്പി ആവും. എന്റെ ക്ലാസ് ആണോ അതോ? അപ്പൊ നമ്മുടെ മനസ്സിനൊരു സന്തോഷം. അതെ, എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പൊ. അതായത് കേൾക്കാൻ പറഞ്ഞു വിടും. ക്ലാസ്സിൽ കാണും ചിന്തിക്കേണ്ട സമയത്ത് വന്നിട്ട് വർത്താനം പറയും. അതെങ്ങനെയാ? പിന്നെന്താ ഇവർക്ക് ഞാൻ ഇതൊക്കെ പറയുന്നത് പുറത്തവിടുന്ന കാര്യങ്ങളാണ് കേട്ടോ. ടീച്ചേഴ്സ് പറയുന്ന ശ്രീജ അതൊരു നജുവൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ടെൻഷനാണ്. അതൊക്കെ ഹൈ ക്വാളിഫൈഡ്. സോറി, നജു ഇല്ല കേട്ടോ. നജു അതിൽ പഠിക്കുക. സോറി, ശ്രീജ ഹൈ ക്വാളിഫൈഡ് പേടിയുണ്ട്. ഇവിടെ എനിക്ക് പോലും പേടിയുണ്ട്. ടെൻഷനാണ്. എന്നെ പിന്നെ മാറ്റി മാറേണ്ട വേറെ വഴിയില്ലല്ലോ. നമ്മുടെ ശ്രീജ കമ്പനിയാണ്. ഇന്ന് എന്തെങ്കിലും ചോദിച്ചാൽ മതി, പിന്നെ നിങ്ങളുടെ കണ്ടിന്യൂ ചെയ്തോളൂ. എനിക്ക് റെസ്റ്റ് എടുക്കാറുള്ളൂ. അത് അയക്കും. അതിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പണി കഴിയുമ്പോ ഞാൻ പറഞ്ഞ അച്ചുവരോടോ സീറ്റിയോടോ ഒക്കെ ചോദിച്ചാൽ പറയട്ടെ. അവര് ഇതൊന്ന് വർത്താനം പറഞ്ഞോളൂ, നമ്മളെ കുറച്ച് റെസ്റ്റ് എടുക്കാം. ഒരു വിഷയം ഇട്ട് കൊടുത്താ മതി അല്ലേ ഞങ്ങൾക്കൊക്കെ. അങ്ങനെ ഞങ്ങൾ എല്ലാരുടെ അടുത്തും അങ്ങനെ പറയണൊന്നുമില്ല കേട്ടാ. മാമിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇങ്ങനെ വല്ലാതെ സൊറ പറയണ്. അല്ലേ ശ്രീജ? ഞങ്ങള് പിള്ളേരാന്ന് പറയും. മാം ആതിരയോട് എന്നോട് ഒപ്പിക്കാറുണ്ടാവും. ആണോ? എനിക്ക് തോന്നുന്നു ആതിര മാമിനോട് ലാസ്റ്റ് ആയപ്പോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വന്ദന മാമും ആതിര മാമിനും നല്ല ഒരു മിസ് ചെയ്യണ പോലെ തോന്നി ഞങ്ങളെ. അതായത് പിന്നെ അല്ല, ലാസ്റ്റ് നോക്കട്ടെ, മിസ് ചെയ്യണ്ടോന്ന് നോക്കട്ടെ, അപ്പൊ എന്നിട്ട് പറയാം മാമിനെ കുറിച്ച്. അല്ല, അത് പിന്നെ അശ്വതി മാം നേരത്തെ പറഞ്ഞ എനിക്ക് അങ്ങനെ വിഷമില്ല കേട്ടോന്ന്. അതുകൊണ്ട് അല്ല, നമുക്ക് അതിൽ വിഷമല്ല. അല്ല, നമ്മള് അപ്പൊ അത്രയും അവർക്ക് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും. എല്ലാ ബാച്ചുകളും ഇങ്ങനെ എല്ലാപ്പോഴും വന്നു പോവല്ലേ. ആദ്യമൊക്കെ ആയിരിക്കും ഒരു ടെൻഷനും വിഷമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പൊ ഇതങ്ങനെ ശീലായില്ലേ. പിന്നെ യൂസ്ഡ് ആയപ്പോ പിന്നെ പ്രശ്നമില്ല. അല്ല, പറഞ്ഞു വരുന്നത് പറയും. എത്തട്ടെ, ടോപ്പിക്കിലേക്ക് വരട്ടെ. ഇല്ല, അത് പറയില്ലേ. എന്നിട്ട് ഞാൻ ചോദിക്കാം, അവരെ കൂടുതൽ മിസ് ചെയ്യും, നമ്മളെ മിസ് ചെയ്യുന്നില്ല. അതല്ലേ പറഞ്ഞു തന്നെ. എങ്ങനെ? അല്ല, അവരെ കൂടുതൽ മിസ് ചെയ്യും, എന്നെ മിസ് ചെയ്യുന്നില്ല. അല്ലല്ല മാമിനെ ശരിക്കും മിസ് ചെയ്യുമല്ലോ. കാരണം ഞങ്ങളുടെ റിലാക്സ്ഡ് ക്ലാസ് ആണ്, ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന ക്ലാസ് ആണ് ഇത്. അതിന്റെ പൊന്നെ ചില തുണി അലക്കല്, വേസ്റ്റ്, ഹൗസ് കീപ്പിംഗ്, സേഫ്റ്റി, സെക്യൂരിറ്റി ഇതൊക്കെ കഴിഞ്ഞു ഒന്ന് കര കയറി വരുന്നത് ചിലപ്പോ മാമിന്റെ ക്ലാസ്സിൽ കയറി എന്തൊരു ആശ്വാസമായിരിക്കും എന്നറിയപ്പോഴാണ്.
അതെ നിങ്ങൾ നന്നായിട്ട് ആശ്വസിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലാസ് വെക്കാത്തെ. ലോണ്ടറിയും അതൊക്കെ കഴിഞ്ഞു വരുമ്പോ മൊഡ്യൂൾ എന്താണ് ഒരു 2 ദിവസം ഞാനോ എന്തൊക്കെ വിശേഷ സുഖമാണോ ഞങ്ങൾ പൈസയിൽ ഇറങ്ങിയുള്ളൂ അതുപോലെ നിങ്ങളോട് നജുവാണെന്ന് പറഞ്ഞു ഞങ്ങൾ പൈസയിൽ ഇറങ്ങിയുള്ളൂ എന്ന് പറയും. അതൊരു ടീച്ചേഴ്സ് നേരത്തെ അവരിപ്പോ ലേബർ റൂമിലാന്ന് പറയും. ഞങ്ങള് ചുമ്മാ പറയാനൊക്കെ രസം. അതിങ്ങനെ വേസ്റ്റ് ഏതൊരു ചാപ്റ്റർ വേസ്റ്റിന്റെ പാഠം കണ്ട് ഏതോ ഒരു പാഠം കണ്ട് കഴിഞ്ഞു വന്നിട്ടുണ്ടായുള്ളൂ. അപ്പോഴത്തേനും അപ്പുറത്തുനിന്ന് പിന്നെ അടുത്തേക്ക് ചാടി. അപ്പൊ ഞാൻ കുറച്ചേരം ഒന്ന് നിർത്തുവോ ക്ലാസ് എന്ന് ചോദിച്ചു. കാരണം ഇപ്പൊ തന്നെ വേസ്റ്റ് ചെയ്ത് കയറി ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ബോറടിക്കണു മാം, കുറച്ചേരം ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ഇതായോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസ്റ്റ് ആയല്ലോ അല്ലെ, റെസ്റ്റ് എടുക്കാം. ഓ ഇനി പക്ഷെ ആ റെസ്റ്റ് രസമില്ലാത്ത റെസ്റ്റ് അല്ലേ. എന്തെങ്കിലും എവിടേക്കോ വരുന്നു പഠിക്കാനാണ് ഒരു സുഖം അല്ലെ നജുവ? അത് ശരിയാണ് പറഞ്ഞത്. പിന്നെ കഴിഞ്ഞിട്ട് എന്തെങ്കിലൊക്കെ വീട്ടിലെ പണി എന്ന് പറഞ്ഞാൽ എന്നും എടുക്കുന്ന ആ ഒരു പണിയും അതങ്ങടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണിക്കാം. പക്ഷെ അത് നമ്മൾ എവിടേക്കോ ഇരിക്കുന്ന ആളുകള് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൺമുന്നിലെ കൈയുടെ മുന്നിൽ ഇത് ഇങ്ങനെ അങ്ങനെ കാണുന്നതേ ഭയങ്കര ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര മിസ്സിങ് തന്നെയാണ് മാം ശരിക്കും. ശരിയാണ് സത്യം. എന്നെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റത്തെ ഓൺലൈൻ ഒരു കോഴ്സാണ് ഈ ചെയ്യുന്നത്. അതിന് മുമ്പ് ഉണ്ട്, പക്ഷെ അതൊരു കോഴ്സ് എന്ന് പറഞ്ഞ് കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇരിക്കണതല്ല. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് പോലെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ഞാൻ ദൂരെ ഇരുന്നും കൊണ്ട് ഏതെല്ലാം ജില്ലകളിലെ കുട്ടികളെയാണ് എനിക്ക് കിട്ടിയത്. ഇത് സജിതയുണ്ട്. സജിതയാണെങ്കിൽ എനിക്ക് എന്നും ഗുഡ് മോർണിംഗ് ഇടും. ഞാൻ കാലത്ത് തന്നെ വെച്ചിട്ട് നോക്കാം അവള് ഗുഡ് മോർണിംഗ് ഇട്ടിരുന്നു. കണ്ട അവിടെ ഇരുന്ന് ചിരിക്കണം. സജിത എനിക്കും ഗുഡ് മോർണിംഗ് ഇടാറുണ്ട്. പക്ഷെ ഞാൻ ഗുഡ് അതെ, മോർണിംഗ് ഞാനിത് കണ്ടുവരുമ്പോഴത്തേനും അവിടെ ഉച്ചയായിട്ടുണ്ടാവും. ഞാൻ ഉച്ചയൊന്നും നോക്കൂല, ഞാൻ ഇടും. ചിലപ്പോ 12 വരെ ആയിട്ടുണ്ടാവും. അങ്ങനെയല്ല, 1-2 പേര് എനിക്ക് അങ്ങനെ ഗുഡ് മോർണിംഗ് ഇട്ട് ഞാൻ അവർക്ക് ഗുഡ് മോർണിംഗ് ഇട്ട് വന്ന പറഞ്ഞേ ഇവിടെ ഗുഡ് ആഫ്റ്റർനൂൺ ആയി. പിന്നെ ഞാൻ ഗുഡ് മോർണിംഗ് നിർത്തി. അങ്ങനൊക്കെ ഒരു കൊറേ കുട്ടികളെയും അങ്ങനെയൊക്കെ കിട്ടി ശരിക്കും പറഞ്ഞാല്. അല്ലെങ്കിൽ എന്നെയൊക്കെ സംബന്ധിച്ച് ഈ ഗൾഫില് ഈ റൂമിന്റെ ഉള്ളിൽ ഇരിക്കുന്ന നമുക്കൊക്കെ ആരുണ്ട്, അപ്പുറത്തും ഇല്ല ഇപ്പുറത്തും ഇല്ല, എല്ലാവരും ജോലിക്കാരാ. നമ്മളെ ഫ്ലാറ്റിലുള്ള ഒരു കമ്പനി ഫ്ലാറ്റ്. അപ്പൊ എല്ലാരും ജോലിക്ക് പോണു, ഞാനും മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. കുട്ടികൾ എന്റെ സ്കൂളിൽ പോകുമ്പോ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അങ്ങനത്തെ ഒക്കെ ഒരു, പിന്നെ ഹസ്ബൻഡ് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. മോനൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ 6:30 വൈകിട്ട്. എനിക്ക് ഉച്ചക്ക് ഷിഫ്റ്റ് ആണേ. ഷിഫ്റ്റ് ആണ് അവനക്ക്. 1 മണി തുടങ്ങിയാണ് സ്കൂൾ. ഓക്കെ. അപ്പൊ അവന് പോവും. പിന്നെ മോള് പിന്നെ രാവിലത്തെ ബാച്ചാണ്. അപ്പൊ അവള് വരും കേട്ടോ. അപ്പോഴേക്കും അവള് വരും. പക്ഷെ അവള് വന്നു കഴിഞ്ഞാൽ അവള് 7:30 അവൾക്ക് ക്ലാസ് തുടങ്ങും, 1 മണി വരെ. അപ്പൊ അവള് കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവള് ഫുഡും കഴിച്ച് കുറച്ചു നേരം കിടന്നുറങ്ങും. അപ്പോഴും ഞാൻ ഒറ്റക്ക്. എനിക്ക് 6 മാസം അങ്ങനെ ഞാൻ എങ്ങനെ സുഖമായിട്ട് പോയി. അവര് വന്നാ ഓടിപ്പോയി വാതിൽ തുറന്നു കൊടുക്കല, അല്ലാതെ അവരെ നോക്ക് എന്താ വിശേഷം എന്നൊന്നും ചോദിക്കൂല. അവര് ഫുഡൊക്കെ എടുത്ത് തിന്നോളും. പിന്നെ എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോകും. അപ്പൊ അതൊക്കെ എനിക്ക് നഷ്ടപ്പെടും ശരിക്കും പറഞ്ഞാല്. ഞാൻ എങ്ങനെ അവിടെ എങ്ങനെ ടൈം കളയുന്നൊന്നും എനിക്കറിയില്ല. PGക്ക് കുറച്ച് നാളും കൂടെ നമുക്ക് ക്ലാസ്സിലിരിക്കാം. PGക്ക് ജോയിൻ ചെയ്യും, പഠിക്കണ്ട, തോറ്റാലും കുഴപ്പമില്ല, നീ ജോയിൻ ചെയ്യൂ. ക്ലാസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രം. അതെ. പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ടെൻഷൻ. കാരണം ഒരു സാധനം പഠിക്കാൻ തുടങ്ങിയിട്ടില്ലേ, നോക്കിയിട്ടില്ല. എല്ലാവരും ഉത്തരം പടപടേന്ന് പറയും, ഞാനിങ്ങനെ നോക്കിയിരിക്കും. ആദ്യം ഞാനതൊക്കെ മറന്നു.
ആ ലോണ്ട്രിയിലത്തെ ഒക്കെ ഇതുകളൊക്കെ ഞാൻ മറന്നു. അത് ഇമ്പോർട്ടൻസ് പറയുമ്പോ അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ പലതും പറയും. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ ഇതിനു മുമ്പുള്ള ബാച്ചിന്റെ ഫൈനൽ എക്സാമിന്റെ ടെസ്റ്റ് പേപ്പർ എന്താണ്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കായിരുന്നു. മിസ് പറഞ്ഞില്ല കാര്യം. ഞാൻ ക്ലിയർ ആയില്ല എനിക്ക്, ഒന്നുകൂടെ പറയൂ. ഇതിനു മുമ്പ് ഇപ്പൊ നമ്മള് സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് തരുമല്ലോ പഠിക്കാനായിട്ട്. അപ്പോ ഇതില് ഇവിടെ ഞാന് ഫസ്റ്റ് എക്സാം വന്നപ്പോ ഞാൻ ഇവിടെ ഇവരോട് ചോദിച്ചായിരുന്നു, ഓഫീസിലുള്ളവരോട് ചോദിച്ചായിരുന്നു, ഞങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ തരുമോന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാറില്ല. എന്താ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. പഴയതൊന്നും ഇല്ല ഇനിയിപ്പോ. പഴയതൊക്കെ കഴിഞ്ഞു, പുതിയത് അത് അവിടെ കാണുമല്ലോ. കൊറേ കാണും. ശരിയാണ്, അത് ഞാൻ ആലോചിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ അതേ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. പുതിയ പുതിയ കാര്യങ്ങൾ കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെ എനിക്ക് ഇത് അധികം പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ചിന്തിക്കാറില്ല. നമ്മൾ ഇംഗ്ലീഷ് സമാധാന സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ സജിത എന്തെങ്കിലും സംസാരിക്കൂ. സജിത പറയുന്നല്ലോ ഗ്യാപ്പ് കിട്ടണില്ലല്ലോ സംസാരിക്കാനായിട്ട്. നിങ്ങൾ പറയണതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഞാൻ ചിരിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയല്ല, സജിത ചോദിക്കാറില്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കും. എന്താണ് ഞങ്ങള് ചിരിക്കട്ടെ സജിത പറ. ചിരിക്കാനും ഇല്ല പറയാനും ഇല്ല. ഇത്രയും നാള് ഞങ്ങള് വർത്താനം കേട്ട് ചിരിച്ചതിന്റെ എക്സ്പീരിയൻസ് എങ്കിലും പറയും. അതെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്തെന്ന് പറയാ, അത് പറയാൻ വാക്കുകൾ കിട്ടണില്ല. എന്ത് പറയാ, അത് അങ്ങനത്തെ ഒരു ക്ലാസ് ആയിരുന്നു അല്ലേ? അങ്ങനെയാണോ? ടോൺ മാറിക്കഴിഞ്ഞാൽ അത് മാറും കേട്ടോ, നെഗറ്റീവ് ആവും. കൊറേ പഠിച്ചിട്ട് ഒരു റിലാക്സേഷൻ കിട്ടണ ക്ലാസ് ആയിരുന്നു ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പൊ നജോ പറഞ്ഞില്ലേ, എന്താണ് തുണി അലക്കിയിട്ടും വേസ്റ്റ് വാരിയിട്ടൊക്കെ വന്നിട്ട് കിട്ടുന്ന ക്ലാസ്സാണ് ഇത്. ഒരു ആശ്വാസം. ഒന്ന് കഴിയുമ്പോ അടുത്തത് എന്ന് പറയുമ്പോ അത് കഴിഞ്ഞ് കിട്ടുന്ന ക്ലാസ്സാണ് ഇത്. ഭാഗ്യത്തിന് പിന്നെ മാമിന്റെ ക്ലാസ് രണ്ട് ദിവസം ഉണ്ട്, ചൊവ്വയുണ്ട് വ്യാഴവും ഉണ്ട്. അപ്പൊ ബുധനും തിങ്കളൊക്കെ ഒന്ന് കേട്ടാ മതി ബാക്കി 2 ക്ലാസ്സുകള്. എന്നുള്ളത് എനിക്ക് പോസിറ്റീവായിട്ട് പറയുന്നെങ്കിൽ ഇതൊക്കെ നെഗറ്റീവായിട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ. പറയുമ്പോ ഞാൻ പഠിപ്പിക്കുന്നപ്പോ പഠിക്കില്ല. ഇംഗ്ലീഷ് അല്ലേ? പറഞ്ഞോ, നീ നജ്മ മ്യൂട്ട് ചെയ്യാത്തോണ്ടാ സിഞ്ച പറഞ്ഞ കേൾക്കാതെ. പറഞ്ഞോളൂ, മ്യൂട്ട് ചെയ്തു പറഞ്ഞോളൂ. PGക്ക് ക്ലാസ് ആണോ? റിലാക്സേഷൻ ആണോ? റിലാക്സേഷൻ അവിടെ ഇല്ല. അവിടെ റിലാക്സേഷൻ ഇല്ല. അങ്ങനെ ഇവിടെ റിലാക്സ് ചെയ്യാം. ഞാൻ വരുന്നില്ല. ഇംഗ്ലീഷ് റിലാക്സ് ചെയ്യാൻ. നിങ്ങള് PGക്കാര് പെട്ട് ടെൻഷൻ അടിച്ചു. അടുത്ത മൊഡ്യൂളുകൾ നല്ല കട്ടിയായിരിക്കും. അപ്പൊ ഇടയ്ക്ക് എന്നെ വിളിക്കൂ, ചുമ്മാ സംസാരിക്കാൻ വേണ്ടി. കേൾക്കുന്നില്ല അവരെന്നെ, സംശയമാണ് കേട്ടില്ല. കാരണം നിങ്ങൾ മാത്രല്ല, വേറെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, എന്നെ അറിയാത്ത സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ഞാനവിടെ വന്നിരുന്ന വർത്തമാനം പറഞ്ഞാണല്ലോ എന്ത് കാര്യം. കഷ്ടപ്പെട്ട് പഠിക്കൂ, കഷ്ടപ്പെടൂ. PG ഒത്തിരി കഷ്ടപ്പാടാണ് സത്യങ്ങൾ. മാമിന് ഞങ്ങളെ ക്ലാസ് എങ്ങനെ മാമിന് റിലാക്സേഷൻ അല്ലേ ഞങ്ങളെ ക്ലാസ്? മാമിന് നല്ല ഹാപ്പി അല്ലേ? നല്ല എൻജോയ്മെന്റ് ഉള്ള ക്ലാസ് ആണ്. ഭയങ്കര എൻജോയ്മെന്റ് ഉള്ള ക്ലാസ് ആണ്. പഠിപ്പിക്കണ്ട മെയിൻ ആയിട്ട്. അല്ല, പഠിപ്പിക്കണ്ടെന്ന് വെച്ചാൽ പഠിപ്പിക്കാൻ സമ്മതിക്കുമല്ലോ ഞങ്ങള്. ഞങ്ങൾക്ക് വർത്താനം പറയണ്ടേ? പോയി പഠിപ്പിച്ചിട്ടില്ല.
അല്ല, അപ്പൊ ഞങ്ങക്ക് പഠിക്കാൻ വേണ്ട. മാമിന് അപ്പൊ മാമിനെ സമ്മതിക്കണില്ല. അപ്പൊ മാമിന് മിസ്സാവൂലേ ശരിക്കും പറഞ്ഞാല് ഞങ്ങളെ? അതെ അതെ. അപ്പൊ ഈ മാം എന്താട്ടും ഇതേപോലൊക്കെ ആരെങ്കിലൊക്കെ ആക്കി എടുക്ക്. മാമാണ് ഇപ്പൊ ഞങ്ങൾ എങ്ങനെയൊക്കെ ആക്കി എടുത്തത്. ഇനി വേണ്ട, ഇങ്ങനത്തെ ഒരു ബാച്ച് ഡിഗ്രി വേണ്ട. ഞാനിവിടെ 3 വർഷമായി. ഈ കഴിഞ്ഞ ഞായറാഴ്ച വന്നപ്പോ ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 3 വർഷമായി. ഈ 3 വർഷത്തില് ഇതേപോലെ പഠിപ്പിക്കാത്ത ഒരു ബാച്ച് ഉണ്ടായിട്ടില്ല. അറിയോ നിങ്ങൾക്ക്? H24 ഞാൻ മറക്കില്ല. ഇതേപോലെ ഞാൻ കുഴപ്പിയ ബാച്ച് ഇല്ല. എന്നിട്ട് റിലാക്സേഷൻ ആണ് പോലും, റിലാക്സേഷൻ. ആണല്ലോ കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ആണ്. സഫീദ പറയാതെ മെസ്സേജ് അയച്ച് കണ്ടോ ട്രോള്, എനിക്ക് ട്രോള്. പിന്നെ ഇനി ഒന്നും പറയാം, എന്റെ ക്ലാസ്സിനെ കുറിച്ച് നീ കേൾക്കണ്ട. വേറെ എന്തെങ്കിലും പറയും. പിന്നെ കുഴപ്പമില്ല. ക്ലാസ് എടുത്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ മാം പേടിക്കോ വിഷമിക്കണ്ടേ. ഞങ്ങൾക്ക് അത്യാവശ്യം ക്ലാസ്സും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. മാമിന്റെ എല്ലാ പോർഷൻസും മാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അതൊക്കെ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ പിള്ളേർക്ക് വേണ്ടാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇരുത്തി ഞങ്ങൾ അപമാനിക്കുക. 3:30 വരെയുള്ളൂ, ഞാൻ പോകുമ്പോ തന്നെ. ഇംഗ്ലീഷ് ശരിയല്ല, ഇംഗ്ലീഷിൽ പൊതുവെ സ്റ്റുഡൻസ് ഉണ്ടാവാറില്ല കേട്ടോ, സത്യം പറയാറ്. പിന്നെ ഞാൻ ഈ സംസാരം കേൾക്കാനെങ്കിലും കുറച്ചെങ്കിലും ഇരിക്കും. ഞാനെന്ത് ചെയ്യാനാ? ഇത്രയും പഠിപ്പിക്കണ്ട, സുഖം. അതാ ഞാൻ പറഞ്ഞത്, സുഖമാണ്. ഇംഗ്ലീഷ് എളുപ്പമാണ്. പക്ഷെ മോണ്ടിസോറിൽ അങ്ങനെയല്ല. മോണ്ടിസോറിൽ എക്സാം ഉണ്ട് അവർക്ക്. അവർ നിങ്ങളെ പറയുന്നല്ല, അവർ പഠിക്കും, അവർക്ക് ഇംഗ്ലീഷ് ആവശ്യമുണ്ട്. അപ്പം കുറച്ചധികം സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട്. കൊള്ളില്ല, നല്ല പിള്ളേരുണ്ട്, ഇംഗ്ലീഷ് ആവശ്യമില്ല. കാര്യം ഇപ്പോ മെയിൻ ആയിട്ട് ഇംഗ്ലീഷ് എക്സാമിനില്ല. അങ്ങനെ കേൾക്കുമ്പോ തന്നെ സ്റ്റുഡൻസ് ഇരിക്കില്ല. പക്ഷെ ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തോണ്ടാ ഞാൻ എപ്പോഴും മിക്ക ക്ലാസ്സിൽ ഞാൻ പറയും, ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് അറിയാൻ പാടില്ലാത്ത. ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് എല്ലാ മേഖലയിലും, എല്ലാ ഇതിലും നമുക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ വെറും ഒരു എന്താ പറയാ സെയിൽസ്മാൻ ആയാൽ പോലും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാല് ഇംഗ്ലീഷ് അറിയാണ്ട് നടക്കില്ല കാര്യങ്ങള്. കാരണം അതൊരു അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഇംഗ്ലീഷ് അറിയാത്തവര് പെട്ടെന്ന് അറബി പഠിക്കും. ഇവിടെയൊക്കെ ഞാൻ അങ്ങനെ കണ്ടേക്കുന്നത്. സെയിൽസ്മാൻമാരുണ്ടല്ലോ, അവര് ഇംഗ്ലീഷ് അറിയാതെ അവര് ഹിന്ദി പെട്ടെന്ന്. അപ്പൊ ഇംഗ്ലീഷ് എവിടെ ചെന്നാലും നമ്മളിപ്പോ എത്ര ഇംഗ്ലീഷിനെ കുറ്റം പറഞ്ഞാലും ഇംഗ്ലീഷ് ഒരു എന്താ പറയാ, അത് നമുക്ക് ലോകത്ത് എവിടെയും വേണ്ടാന്ന് വെക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. നമുക്കത് എവിടെയും വേണ്ട. അപ്പൊ ചിലര് സ്പെയിനിൽ ഒരു പറയുമ്പോ അവർ ഇംഗ്ലീഷ് പറയണില്ലല്ലോ. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും അവർ ഇംഗ്ലീഷ് പറയുന്നില്ലല്ലോ അധികവും. ഇപ്പോ ചെക്ക് അല്ലെങ്കിൽ റഷ്യ എന്നൊക്കെ ഇതായിട്ടുള്ള കൺട്രീസിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരൊന്നും പൊതുവെ ഇംഗ്ലീഷ് ഒന്നും പറയില്ല, അവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അപ്പോ ചിലരങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവരവരുടെ ഭാഷയിലാണല്ലോ സംസാരിക്കുന്നത്, നമുക്ക് നമ്മുടെ ഭാഷയിൽ സംസാരിച്ചാൽ എന്താ? നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കാം, പക്ഷെ എല്ലാവരുടെ അടുത്തും ചെന്ന് അത് പറ്റില്ല. ഇംഗ്ലീഷിന് ഇംഗ്ലീഷിൻ്റെതായ ഒരു ഇതുണ്ട്. അതൊരു വാലിഡ് എന്താണ് എന്താ പറയാ, വാലിഡ് ഒരു അതെ, ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് പോണ സംഭവമല്ലേ. അപ്പൊ എന്തായാലും ഇംഗ്ലീഷിന് വാല്യൂ ഉണ്ട്. ഇംഗ്ലീഷിന് ആ ഒരു വാല്യൂ. എന്നാലും നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അത്യാവശ്യം തപ്പി തടഞ്ഞൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഈ റഷ്യൻ കൺട്രീസില് റഷ്യ ഇതായപ്പം വന്ന കുറെ രാജ്യങ്ങളുണ്ടല്ലോ, സെർബിയ, ചെക്കസ്ലോവക്യ, ഉസ്ബെക്കിസ്ഥാൻ, കസഖിസ്ഥാൻ, ടർക്ക്മെനിസ്ഥാൻ, ഇതൊക്കെ സോവിയറ്റ് റഷ്യയിൽ ഉണ്ടായതാ, സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായതാ. അവരൊക്കെ അവിടെ നിന്ന് പിരിഞ്ഞതല്ലേ. ഉക്രൈനൊക്കെ രാജ്യങ്ങളിലൊക്കെ പോയാല് നമുക്ക് ഇപ്പൊ ഞാൻ സെർബിയയിൽ പോയപ്പോ ഞങ്ങക്ക് ഗൈഡായിട്ട് വന്ന ചെറുക്കന്, അവൻ ഡിഗ്രിക്കാരനാ, അവന്റെ അമ്മ ഡോക്ടറാ, പക്ഷെ അവൻ ഇംഗ്ലീഷ് അറിയില്ല. അപ്പോ
അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോയാൽ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുണ്ടാക്കും നമുക്ക്. പക്ഷെ എന്നിരുന്നാലും ഇംഗ്ലീഷിനൊരു വാല്യൂ ഉണ്ട്. എവിടെ ചെന്നാലും അതിനൊരു എന്താ പറയാ, അതൊരു അതിനൊരു ഡെസിഗ്നേറ്റഡ് പെയർ ഉണ്ട് ഇംഗ്ലീഷിന്. അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നമുക്ക് നല്ലത്. അതെ, അങ്ങനെ ഇംഗ്ലീഷിനെ കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതറിഞ്ഞാണ് നല്ലത്. അല്ല, പൊതുവെ ചില ബാച്ചുകളുണ്ട്. ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവുന്ന കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നജു ആണെങ്കിൽ സിജു ആണെങ്കിലും കണ്ടിന്യൂസ് ഉണ്ടാവുന്ന 2 പേര്, പിന്നെ സഫീദ, സജിത. അപ്പൊ ഭൂരിഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് പേർക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതാണ്. ഇപ്പൊ നജു എടുക്കുകയാണെങ്കിൽ സിജി എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് അറിയാം. സോ എനിക്ക് തോന്നിയിട്ടില്ല കുറച്ചുകൂടെ നന്നായിട്ട് പഠിപ്പിക്കണമെന്നോ, കാരണം എനിക്ക് ഡൗട്ട് ചോദിച്ചോ അല്ലെങ്കിൽ ഇന്നത് പറഞ്ഞു തരുമെന്നോ അങ്ങനെ ആരും അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കറിയാം, ഞാൻ ഓരോ ക്ലാസ്സിലും എടുക്കുന്ന രീതി വ്യത്യാസം കേട്ടോ. സ്റ്റുഡൻസിന് അറിഞ്ഞിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അവർക്ക് ഓക്കെ കുറച്ചൊരു ക്ലാസ് വേണമെങ്കിൽ ഞാൻ കൊടുക്കും. പക്ഷെ എനിക്ക് ഇവിടെ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇവിടെ എനിക്ക് ഇങ്ങനെ ക്ലാസ് തരണമെന്നോ അല്ലെങ്കിൽ ഇത്രയും കാലം പഠിപ്പിക്കണമെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. അതിനർത്ഥം എനിക്ക് തോന്നുന്നു കുറച്ച് നോളജ് ഉണ്ട്. സോ ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ്. ഇനി എന്താ പറയാൻ, പ്രത്യേകിച്ച് ഒന്നും പറയാൻ, നമ്മൾ ലാസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ലൈവ് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലാസ്. സോ ഇനി എന്താ, കോൺവെക്കേഷന് കാണാം. നേരിട്ട് കാണുന്നത് കോൺവെക്കേഷൻ ആയിരിക്കും. പിന്നെന്താ, കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് കോണ്ടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ പറഞ്ഞ പോലെ ശ്രീജയുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ വാങ്ങിച്ച് കോണ്ടാക്ട് ചെയ്യും. ഇത്രയും ഓക്കെ, അതുകൊണ്ട് മിസ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ വേണമെങ്കിലും വിളിക്കാം, മെസ്സേജ് ചെയ്യാം. ഓക്കെ, എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇനി സീജ എന്റെ മെസ്സേജ് ഒക്കെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞു, നമ്മുടെ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, എന്റെ യാത്രയും നിങ്ങളോടൊപ്പം ഉള്ളത് അവസാനിച്ചു. സീജ, പ്രിൻസ്, സജിത, സഫീദ, സൗദ അവരൊക്കെ ഉണ്ടായിരുന്നു. കുറെ ആൾക്കാരുണ്ടായിരുന്നു. പ്രിൻസ് കരഞ്ഞോടിക്കിട്ടാ. അതിൽ കള്ളക്കണ്ണീരുണ്ടടാ, കള്ളക്കണ്ണീരൊന്നുണ്ട്. അപ്പോ അല്ല, നിങ്ങള് ലേഡീസ് ഇങ്ങനെ ഇത് ചെയ്യുന്ന പോലെ ആണുങ്ങൾ അങ്ങനെ ഇത് ചെയ്യത്തില്ലല്ലോ. ഞങ്ങളുടെ വിഷമം ഞങ്ങൾ മനസ്സിലാണല്ലോ വെക്കുന്നത്. അയ്യോ, ഞങ്ങള് പുറത്ത് പറയും. അതാണ് അതെന്നാലും ഒരു കണ്ണീനെ പോയുള്ളൂ. കണ്ണീര് കൊറേ ഇതേപോലെ നമ്മള് കൊറേ തമാശകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരെങ്കിലൊക്കെ വല്ല ഹേർട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞാരൊന്നും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല എങ്കിലും വല്ല തമാശകൾ ഏതെങ്കിലും രീതിയിലൊക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാമും എന്റെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊറ്റപ്പെടേട്ടാ. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാല്. വല്ലാതെ ഒരു വല്ലാത്തൊരു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഫീൽ ചെയ്യാട്ടാ. നമ്മൾ അല്ലെങ്കിൽ നോർമലി നമ്മൾ സംസാരിച്ചു പിന്നെ കുഴപ്പമുണ്ടാവില്ലേ അല്ലേ? ഇതിപ്പോ ഇനി എല്ലാ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി. അപ്പൊ എന്റെ ഒരു യാത്ര ഇവിടെയൊക്കെ അവസാനിക്കുന്ന ക്ലാസ്സിൽ കുറെ തമാശകളും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓർമ്മയിലുണ്ടാവും. നിങ്ങളെ ഉണ്ടാവും എന്റെ ഓർമ്മയില്, ഒരിക്കലും മറക്കൂല. ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാ. PGക്ക് വരുന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത പിള്ളേരായിരിക്കും. ഇല്ല, അപ്പൊ എനിക്ക് പകരം എന്നെ പോലത്തെ ആരെങ്കിലും ഉണ്ടാവും സീജ. അപ്പൊ എല്ലാവരും കോണ്ടാക്ട് ചെയ്യാൻ നോക്കാം. കോണ്ടാക്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ഓക്കെ, അത്രയൊക്കെയാണ് ഉള്ളത്. എന്താ പറയാ, പ്രത്യേകിച്ചൊന്നുമില്ല. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും എന്തെങ്കിലും ഒരു വർക്ക് അല്ലെ, നമ്മൾ ചുമ്മാ വീട്ടിലിരിക്കാതെ ഒരു ജോലിക്ക് പോവാ. എനിക്കതേ പറയാനുള്ളൂ കേട്ടോ. എൻഗേജ്ഡ് ആയിട്ടിരിക്കുക എപ്പോഴും, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സജിത, സഫീദ കേട്ടല്ലോ. സൗദ ഇപ്പോഴാണ് വരുന്നത്. സൗദ ബൈ, പോവാട്ടോ. എന്റെ ഉമ്മ വീണിക്കേനു, മദർ ഫാൾ ഡൗൺ. അയ്യോ, എങ്ങനെ? വൈദ്യ വീണതാ. ഇപ്പൊ വീണതാ? അതാണോ ക്ലാസ്സിൽ നിന്ന് പോയത്? അതിന്റെ പോയതുകൊണ്ട് ഞാൻ മറ്റേ ക്ലാസ്സിൽ പോയത് തീർത്തും കേട്ടിട്ടില്ല. ഉമ്മ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിക്കാ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാ വീണിട്ട്? കുറച്ച് ചതുങ്ങിയതാന്ന് തോന്നുന്നു. കുറച്ച് നീര് വന്നിക്ക്. കുറച്ച് നീര്. എവിടെ? കാലോ? കാലല്ല, കൈ കുത്തിപ്പോയ തോന്നുന്നു. ഓക്കെ,
സൗദ ശ്രദ്ധിക്കാൻ പറയൂ കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. നമ്മൾ ലാസ്റ്റ് ക്ലാസ് ആണ്, പോവാണ്. ഓക്കെ, ബൈ ബൈ ടു ഓൾ. ഒരു അല്ല ഫീലിംഗ് ഉണ്ട് കേട്ടോ. ശരിയാ, ഇല്ല സത്യമാണ്. ബൈ ടു ഓൾ. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. സൗദ ഞാനും ഉറങ്ങാണ് കേട്ടാ. ഈ